ഹലോ, വെൽക്കം ടു പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിക്കിളാണ്, അതായത് MDC പിക്കിൾ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/4 കിലോ ക്യാരറ്റ് വേണം, ഒരു 1/2 കിലോ മാങ്ങ വേണം, അതുപോലെ തന്നെ ഒരു 100 ഗ്രാം ഈന്തപ്പഴം വേണം. പിന്നെ അതിന് വേണ്ട ചേരുവകൾ പൊടികളെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി വേണം, ഉലുവാപ്പൊടി, മുളക് പൊടി, ഇത് ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് കടുക് വേണം, കായം, ഉപ്പ്, നല്ലെണ്ണ തന്നെ വേണം. പിന്നെ വിനീഗർ വേണം, ഒരു 3 ഉണ്ട വെളുത്തുള്ളി വേണം, ഒരു 2 വലിയ പീസ് ഇഞ്ചി, ഒരു 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത്. നമുക്ക് ആദ്യം കടുക് മാങ്ങയ്ക്ക് അരിയുന്ന കണക്ക് നമുക്കൊന്ന് അരിഞ്ഞു വരാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഇതുപോലെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാരറ്റും അതേപോലെ തന്നെ മാങ്ങയുടെ അതേ വലിപ്പത്തിൽ അരിഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് 1/4 കിലോ ക്യാരറ്റ് കംപ്ലീറ്റ് നമ്മൾ എടുത്തിട്ടില്ല, നമുക്ക് ഇത്രയും മതിയായിരുന്നു. ഇത്രയും മിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് അച്ചാറിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറാണ്, അതുകൊണ്ട് എണ്ണ ഒരു സ്വല്പം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മാങ്ങയിൽ കുറച്ച് സാധനങ്ങൾ പുരട്ടി വെക്കാനുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കണ്ടേ. മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. 2.5 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് കായപ്പൊടിയാണ്. കായപ്പൊടി ഏകദേശം 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും അച്ചാറിനായതുകൊണ്ട് അറിയാമല്ലോ, ഇച്ചിരി കൂടുതൽ വേണം. പിന്നെ നമുക്ക് പോരെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വേപ്പില അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം, അതായത് നമ്മുടെ ഈന്തപ്പഴം. ഇനി അതൊന്ന് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വാടി വരണം. നമ്മുടെ ഈന്തപ്പഴമൊക്കെ ഇതിനകത്ത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് വരട്ടിയതില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ വിനാഗിരി ചേർക്കത്തില്ല, ഇരുമ്പ് ചട്ടിയല്ലേ, അതുകൊണ്ട് നമുക്ക് തിളപ്പിച്ച് തണുത്ത വെള്ളം അതാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മളിവിടെ വെള്ളം തണുപ്പിച്ചത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഈ മാങ്ങയും ഈന്തപ്പഴവും എല്ലാം നന്നായിട്ട് വെന്ത് വരണം. ക്യാരറ്റും ഒന്ന് നന്നായിട്ട് വേകട്ടെ, തിളച്ച് തന്നെ വേകണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരിയെങ്കിലും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ശകലം വിനാഗിരിയെ ഈ ചീനച്ചട്ടിയിടത്തോട്ട് ഒഴിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ അച്ചാർ തണുത്തതിന് ശേഷം കോരി വയ്ക്കുമ്പോൾ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 1/4 കപ്പ് വിനാഗിരി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എൻ്റേത് ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഞാനിപ്പം ചേർക്കാത്തത്. അപ്പോൾ അച്ചാറിൻ്റെ എല്ലാം മതി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ എല്ലാവരും ഈ പിക്കിളൊന്ന് റെഡിയാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.
നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യട്ടെ? ആകാംക്ഷയോടെ ഇവിടെ എല്ലാവരും ഇരിക്കുകയെ.